പുറപ്പാട് പുസ്തകം 15:26 യഹോവയാം ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നു. യഹോവ റാഫെ എന്നാണ് ആ പദം. അവിടെ പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമായുള്ള ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. മനുഷ്യനോടുള്ള ഉടമ്പടിയാണത്. മനുഷ്യനോടുള്ള ഉടമ്പടിയിൽ നീ ഇന്നത് ചെയ്താൽ ഞാൻ ഇന്നതായിരിക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അതിനുശേഷം ഏതാണ്ട് 50 ദിവസം കഴിഞ്ഞ ശേഷം ജനം സീനായി മലയിൽ അവിടെ പ്രമാണം നൽകപ്പെട്ടു. അവിടെയും ഇത് പിന്നെയും പറയുന്നു. പുറപ്പാട് 23:25 ഞാൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. അതിനുശേഷം ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കുവാൻ ഒരുങ്ങിയപ്പോൾ വീണ്ടും ആവർത്തിച്ചു. അത് ആവർത്തനം 7:15 യഹോവ സകല രോഗവും നിങ്ങൾ നിന്ന് അകറ്റിക്കളയും. നീ 1500 വർഷങ്ങൾക്ക് ശേഷം യേശു ഭൂമിയിൽ വന്നപ്പോൾ സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി. മത്തായി 8:17 അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ. പഴയ നിയമത്തിൽ യഹോവയായി വെളിപ്പെട്ട ആൾ തന്നെയാണ് പുതിയ നിയമത്തിൽ യേശു എന്ന നിലയിൽ വെളിപ്പെട്ടതും. രണ്ടും ഒരേ വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് താൻ യഹോവ റാഫ എന്ന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അതിൻ്റെ നിവൃത്തിയായി പുതിയ നിയമത്തിൽ അവൻ സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി എന്നും എഴുതിയിരിക്കുന്നത്. അന്ന് സൗഖ്യമാക്കിയ ദൈവം ഇന്നും സൗഖ്യം തരുന്ന ദൈവമാണ്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ സകല രോഗങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ വിടുതലുണ്ട് എന്ന യഹോവ റാഫ നമ്മളെ കാണിക്കുന്ന പദം.